നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണപ്രിയ, നിരാമയ ആയുർവേദ ക്ലിനിക്, നീലേശ്വരം. ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കാൻ വേണ്ടി അവരുടെ ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ ജീവിതചര്യയിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഡയറി പ്രൊഡക്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. പാല് അല്ലെങ്കിൽ മോര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ബോഡിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ അധികം പുളിയില്ലാത്ത മോര് ചേർത്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് ഡൈല്യൂട്ട് ചെയ്ത പാല് അല്പം കഴിക്കുന്നതിലൂടെ നമ്മുടെ സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ബോഡിയൊക്കെ കാം ഡൗൺ ചെയ്ത് ഉറക്കം പ്രദാനം ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഹെൽത്തി ഫാറ്റ്സ് കൺസ്യൂം ചെയ്യുക എന്നത്. ഈ ആർത്തവ വിരാമ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ ഈ കാർഡിയാക് ഇഷ്യൂസ് വരാനുള്ള റിസ്ക് വളരെയേറെയാണ്. സോ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള അതായത് omega-3 ഫാറ്റി ആസിഡ്സ് കണ്ടെയ്നിങ് ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ ഈ കാർഡിയാക് ഇഷ്യൂസിന് നമുക്ക് ചെറുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ ചെറിയ മത്തി അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, ഹെം സീഡ്സ് അല്ലെങ്കിൽ ചിയ സീഡ്സ് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ സീഡ്സ് നമുക്ക് വേണമെങ്കിൽ വറുത്ത് പൊടിച്ച് ചട്നി അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ധാന്യങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഈ ധാന്യങ്ങൾ കഴിക്കുന്നതിലൂടെ തയാമിൻ, നിയാസിൻ, റൈബോഫ്ലേവിൻ, പാന്തോത്തനിക് ആസിഡ്, ഈ വൈറ്റമിൻ ബി ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ചുവന്ന അരി, ഗോതമ്പ്, ബാർലി, അതുപോലെ തന്നെ ഓട്സ്, ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇനി മറ്റൊന്നാണ് ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, മധുരക്കിഴങ്ങ് വേവിച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉള്ളി, വെളുത്തുള്ളി, ബെൽ പെപ്പേഴ്സ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുകൂടാതെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. പ്രധാനമായിട്ടും പോമഗ്രനേറ്റ് അതായത് ഉറുമാമ്പഴം, ആപ്പിൾ, പഴം, അത്തിപ്പഴം, മുന്തിരി, ഇതൊക്കെ അയൺ കണ്ടന്റ് കൂട്ടാനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫൈറ്റോ ഈസ്ട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. അതായത് നാച്ചുറൽ ഈസ്ട്രജൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രധാനമായിട്ടും സോയാബീൻ, കടല, നിലക്കടല, ഫ്ലാക്സ് സീഡ്സ്, മുന്തിരി, പ്ലം, ഗ്രീൻ ടീ, ബാർലി, ഇതൊക്കെയാണ് ഫൈറ്റോ ഈസ്ട്രജൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മെനോപോസ് സമയത്ത് നമ്മുടെ മസിൽ മാസ് കുറയാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. സോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഡെയിലി ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കാവുന്നതാണ്, ചെറിയ മീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്, മാംസം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ ഒഴിവാക്കണം എന്ന് നോക്കാം. സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, അധികം പുളിയുള്ളതും ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്സും നമ്മുടെ എണ്ണയിൽ വറുത്തിട്ടുള്ള ആ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നോക്കാം. ഡെയിലി തലയിലും അതുപോലത്തെ ദേഹത്തും അനുയോജ്യമായ എണ്ണകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ബോഡി സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയും വളരെ സഹായകമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു 40കളുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. സോ ആ സമയത്ത് തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഓയിൽസ്, ഫേസ് പാക്സ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. സോ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽസ് അല്ലെങ്കിൽ ഫേസ് പാക്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഡെയിലി നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് യോഗാസ് പ്രാക്ടീസ് ചെയ്യുക. സൂര്യ നമസ്കാരം പോലെയുള്ള യോഗാസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ശ്വസനക്രിയകൾ ഡെയിലി നാഡീശുദ്ധി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂൾ ഡൗൺ ചെയ്യാനും നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി അതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും വളരെയധികം സഹായകമാണ്. നമുക്ക് ഡെയിലി ഒരു 10 ടൈംസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ബോഡിയിലെ ചേഞ്ചസ് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാം. നമുക്ക് ഡെയിലി കുറച്ച് മ്യൂസിക് കേൾക്കുക, നടക്കാൻ പോവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ ഹോബീസിൽ ഇൻവോൾവ് ആവുന്നതിലൂടെ ടെൻഷൻ ആൻഡ് സ്ട്രെസ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കൂടാതെ ഫാമിലി സപ്പോർട്ട് മസ്റ്റാണ്. അവരുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന സപ്പോർട്ട് ഈ ഒരു മൂഡ് സ്വിങ്സിൽ നിന്നും അവർ പുറത്തേക്ക് വരാൻ വേണ്ടി വളരെയധികം സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മെനോപോസ് സമയത്തല്ല,
അതിന് മുന്നേ ഒരു 40+ ഏജ് ആവുമ്പോൾ തന്നെ നമ്മൾ ഈ ഭക്ഷണത്തിലും നമ്മളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിലൊക്കെ ചേഞ്ചസ് വരുത്തി കൊണ്ടുവരാവുന്നതാണ്. അതിലൂടെ നമുക്ക് ഈ ഒരു മെനോപോസ് എന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് നല്ല കൂളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ആർത്തവവിരാമ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടാവുന്നതാണ്.